നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. 2026 ജൂൺ മാസം 2-ാം തീയതിയാണ് വ്യാഴൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിൽ പ്രവേശിക്കുന്നത്. ഈ കർക്കിടകം രാശി വ്യാഴന്റെ ഉച്ചരാശി കൂടിയാണ്. ഈ രാശിയിൽ പ്രവേശിക്കുമ്പോൾ 27 നക്ഷത്ര ജാതകർക്കും വ്യത്യസ്ത ഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതിൽ കുറച്ച് നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയേറുകയാണ്. എന്നാൽ മറ്റു ചില നക്ഷത്ര ജാതകർക്ക് ദോഷാനുഭവങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സമ്മിശ്രമായിട്ടുള്ള ഫലം ലഭിക്കേണ്ടതായ നക്ഷത്ര ജാതകരും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ, തുലാക്കൂറിൽ ഉൾപ്പെട്ട ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങളാണ് വന്നു ഭവിക്കുവാൻ പോകുന്നത്. തൊഴിലില്ലാതെ നിന്ന വ്യക്തികൾക്ക് പുതിയ തൊഴിൽ ലഭിക്കുവാൻ അനുകൂലമായ കാലഘട്ടമാണ്. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കേണ്ടതായ കാലഘട്ടമാകുന്നു. പഴയ തൊഴിൽ വിട്ട് പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. വീട്ടിൽ നിലനിന്നിരുന്ന ക്ലേശ ദുഃഖ ദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുകയും തന്റെ ചെവിക്കുണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനം വന്നു ഭവിക്കുകയും അതോടൊപ്പം പുതിയ കാറുകൾ മേടിക്കുവാനും ഗൃഹം പുതുക്കിപ്പണിയുവാനും പുതിയ ഗൃഹത്തിന് തുടക്കം കുറിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ പല വിദേശ യാത്രകൾക്ക് തുടക്കം കുറിക്കേണ്ട കാലഘട്ടവും ചില തീർത്ഥാടന യാത്രകൾ പോകേണ്ടതായ കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. നഷ്ടപ്പെട്ടു പോയ പല വസ്തുക്കളും തിരികെ ലഭിക്കുവാൻ അനുകൂലമായ കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. തന്റെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ കാലഘട്ടം. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ജനിക്കുവാൻ അനുകൂലമായ കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. സന്താനങ്ങളിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങളും സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധിയും അംഗീകാരവും ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വർഷകാലഘട്ടം. അതോടൊപ്പം കഴിഞ്ഞ വർഷം നിലനിന്നിരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തി പുതിയൊരു ജീവിതത്തിലേക്ക് കരകയറുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം. ഇവരെ സംബന്ധിച്ചിടത്തോളം നിലനിന്നിരുന്ന മാനസിക പ്രയാസങ്ങൾക്കെല്ലാം ശമനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു. അതോടൊപ്പം വിദേശത്ത് കഴിഞ്ഞിരുന്നവർക്ക് സ്വദേശത്ത് വരുവാൻ അനുകൂലമായ കാലഘട്ടമാണ്. എന്നാൽ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുകയും ഗൃഹത്തിൽ ഐശ്വര്യവും സമാധാനവും ഉടലെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ദൃഢമാകുകയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അനുകൂലമായ കാലഘട്ടം കൂടിയാകുന്നു. അഡ്മിഷൻ മുതലായവ ലഭിക്കുവാൻ വളരെ പെട്ടെന്ന് തന്നെ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അനുകൂലമായ കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പോയി പഠിക്കുവാൻ അനുകൂലമായ കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. ഭൂമി ക്രയവിക്രയം ചെയ്യുവാൻ അനുകൂലമായ കാലഘട്ടമാകുന്നു. എന്നാൽ ഒരുപാട് കാലം കൊണ്ട് വിൽപ്പന നടക്കാതിരിക്കുന്ന ഭൂമി വിൽപ്പന നടത്തുവാനും അനുകൂലമായ ഒരു സമയം കൂടിയാകുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇടവിട്ട് മുടക്കം വന്നു ഭവിക്കുമെങ്കിലും ഈ വർഷത്തിന്റെ പകുതിക്ക് ശേഷം ഇവർക്ക് പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ അനുകൂല അവസ്ഥ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാകുന്നു 2026. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ ധനലാഭം നേടിയെടുക്കുവാൻ സാധിക്കുകയും ഈ ഒരു വർഷത്തിന്റെ പകുതിക്ക് ശേഷം ഇവർക്ക് പലവിധ അംഗീകാരങ്ങളും പ്രശസ്തിയും വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി വ്യാഴാഴ്ച തോറും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും വിഷ്ണുവിന് താമരഹാരം സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. അടുത്തതായി വൃശ്ചികക്കൂറിൽ ഉൾപ്പെട്ട വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴൻ മാറുന്നതോടുകൂടി എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് വന്നു ഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴം 9-ാം ഭാവത്തിലേക്കാണ്
പ്രവേശിക്കുന്നത്. അതായത് ഇവരുടെ കൂറിന്റെ 9ാം ഭാവത്തിലാണ് വ്യാഴൻ പ്രവേശിക്കുവാൻ പോകുന്നത്. അതായത് കർക്കിടകം രാശിയിൽ ഉച്ചനായി നിൽക്കുന്ന വ്യാഴനാണ്. ഇപ്പോൾ ഒരു ഗ്രഹം ഉച്ചനാവുമ്പോൾ ആ ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണാനുഭവങ്ങളാണ് നൽകുന്നത്. വ്യാഴൻ ഉച്ചനായി കർക്കിടകം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഭാഗ്യ അനുഭവങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വർദ്ധിക്കും. ഇത്രയും കാലം ഇവർക്ക് നിലനിന്നിരുന്ന കടദുരിതങ്ങൾ ഒഴിഞ്ഞു മാറുവാൻ പോകുകയാണ്. അതോടൊപ്പം പിണങ്ങിക്കഴിഞ്ഞിരുന്നതായ മാതാപിതാക്കൾ ഒന്നിക്കുവാനും പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഗുരുക്കന്മാരിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ഭവിക്കുവാൻ പോകുകയാണ്. ലോട്ടറിയിൽ നിന്നും പലവിധ പ്രൈസുകൾ വന്നു ഭവിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള താല്പര്യം വർദ്ധിക്കുകയും ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ആ കാര്യത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും പലവിധ ക്ലേശങ്ങൾ വന്നു ഭവിച്ചു കഴിഞ്ഞുവെങ്കിലും ആ ക്ലേശങ്ങളിൽ നിന്നുമെല്ലാം കരകയറുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അപ്രതീക്ഷിതമായി ധനവരവ് വന്നു ഭവിക്കുകയും ചില ലോണ് ചിട്ടി മുതലായവ ലഭിക്കുകയും ചില പദവികൾ ലഭിക്കുകയും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയത്തിൽ തന്നെ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കേണ്ടതായ കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വശത്താക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു. പലതരം വിദ്യകൾ പഠിക്കേണ്ടതായ ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കലാപരമായുള്ള കാര്യങ്ങളിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ ഇവർക്ക് വർദ്ധിക്കുകയും കലാകാരന്മാർക്ക് കലയിൽ അംഗീകാരം ലഭിക്കേണ്ടതായ കാലഘട്ടം കൂടിയാകുന്നു. സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി ഭാഗ്യം വന്നു ഭവിക്കാൻ പോകുകയാണ്. എന്നാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്കൊരു വലിയ മാറ്റത്തിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും അനുകൂലമായ കാലഘട്ടമാണ്. PSC SSC പോലുള്ള ലിസ്റ്റുകളിൽ ഉണ്ടായിട്ടും കിട്ടാതിരുന്ന അനേകം വിദ്യാർത്ഥികൾ ഉണ്ടാവാം. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഈ വർഷത്തോടുകൂടി ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യത്തിന്റെ വർഷമാണ് 2026. സന്താനങ്ങളിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും മന്ത്രതന്ത്രാദി കാര്യങ്ങൾ പഠിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. മനസ്സിൽ പലവിധ പദ്ധതികൾ ഉടലെടുക്കുകയും ആ പദ്ധതികൾക്ക് വിജയം കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു 2026. ഈ വർഷത്തിന്റെ പകുതിക്ക് ശേഷം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുകയും ആ ബിസിനസ്സുകൾ വളരെ വേഗത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇതുവരെ നിലനിന്നിരുന്ന രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുകയും അച്ഛനിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സൽസുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായി. അപ്രതീക്ഷിതമായി പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ വന്നു ഭവിക്കുവാനും അനുകൂലമായ കാലഘട്ടമാണ്. മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുകയും തൊഴിലിൽ അഭിവൃദ്ധിയും അംഗീകാരവും കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾക്കും അനുകൂലമായ കാലഘട്ടം കൂടിയാകുന്നു ഈ വർഷക്കാലം. ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. വിഷ്ണുവിന് പാൽപായസം നടത്തുന്നത്, വിഷ്ണുവിന് താമരഹാരം സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാകുന്നു. എന്നാൽ ദേവീക്ഷേത്ര ദർശനത്തിൽ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി അർച്ചന നടത്തുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. അടുത്തതായി ധനുക്കൂറിൽ ഉൾപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്ര ജാതകരുടെ അഷ്ടമഭാവത്തിലാണ് വ്യാഴൻ സഞ്ചരിക്കാൻ പോകുന്നത്. അതായത് ധനുരാശിയുടെ 8ാമത്തെ രാശിയായ കർക്കിടകം രാശിയിൽ വ്യാഴം പ്രവേശിക്കുന്നതോടുകൂടി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് തന്നെ പറയാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാകുന്നു. ആയതിനാൽ ഈ ഒരു വർഷക്കാലം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ തുടങ്ങാതിരിക്കുന്നത് വളരെ ഉത്തമമാണ്. എന്നാൽ നിലവിലുള്ള ബിസിനസ്സുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ കളവ് പോകുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാണ്. തൊഴിൽപരമായിട്ടും യാത്രാപരമായും പലവിധ മുടക്കം വന്നു ഭവിക്കുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടമാണ്. ആയതിനാൽ
ഈ ഒരു കാലഘട്ടം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴൻ അഷ്ടമത്തിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത്. 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴൻ നിൽക്കാൻ പാടില്ല. ഇത് അനിഷ്ട സ്ഥാനങ്ങളായതുകൊണ്ട് അനിഷ്ട ഫലങ്ങളാണ് കൂടുതലും വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ളത്. സഹായികളായി വന്നു ഭവിക്കുന്നവർ നിങ്ങളെ കബളിപ്പിക്കുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൃഷിയിൽ ഇടവിട്ട് ലാഭവും ഇടവിട്ട് നഷ്ടവും വന്ന് ഭവിക്കേണ്ടതായ ഒരു കാലഘട്ടം കൂടിയാകുന്നു. കയ്യിലുണ്ടായിരുന്ന ധനം പല വ്യക്തികൾക്കും കൊടുത്ത് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യത ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് ധനപരമായുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകണം. എന്നാൽ ചില മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും തനിക്കുണ്ടായിരുന്നതായ രോഗങ്ങൾക്ക് ശമനം വന്നു ഭവിക്കുകയും ത്വക്കുമായി ബന്ധപ്പെട്ട് പലവിധ രോഗങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാണ്. വിദേശത്ത് നിലനിൽക്കുന്നവർക്ക് സ്വദേശത്ത് വന്നു പോകുവാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാകുന്നു ഈ വർഷം. എന്നാൽ വിദേശത്ത് പോകാൻ വേണ്ടി കൊടുത്ത ധനം നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ഗൃഹനിർമ്മാണത്തിൽ ഇടവിട്ട് തടസ്സം വന്ന് ഭവിക്കുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാണ്. വാഹന അപകടങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ രാത്രിയുള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇടവിട്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുവാനും സാധ്യതയേറിയ ഒരു കാലഘട്ടമാണ്. അമ്മയ്ക്കും അമ്മാവന്മാർക്കും നിലനിന്നിരുന്നതായ രോഗങ്ങൾക്ക് വർധനവുണ്ടാകുവാനും സാധ്യതയേറിയ ഒരു കാലഘട്ടമാകുന്നു. അതുപോലെ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ ലഭിച്ചിരുന്ന പദവി ഒഴിഞ്ഞു കൊടുക്കേണ്ടതായ ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും മറ്റൊരു തൊഴിലിലേക്ക് പ്രവേശിക്കേണ്ടതായ ഒരു കാലഘട്ടം കൂടിയാണ്. ആയതിനാൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.